ക്ഷേമ പദ്ധതികൾക്കും പാർപ്പിട ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. വരും കാലയളവിൽ ഇത്തരത്തിലുള്ള കൂടുതൽ കാർഷിക മേഖലയിലേക്ക് ഫണ്ട് വകയിരുത്തി പോകുവാൻ നമ്മൾ അതിന്റെ മുറയ്ക്കനുസരിച്ച് ചെയ്തു പോകുന്നതായിരിക്കും. മറ്റൊന്ന് PMAY-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. PMAY എന്ന് പറയുന്നത് നമുക്കറിയാം കേന്ദ്ര ആവിഷ്കൃത പ്രൊജക്റ്റാണ്. എല്ലാ കാലയളവിലും നമ്മൾ പദ്ധതിയിൽ ബജറ്റിൽ PMAY-ക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുന്നതായിരിക്കും. പക്ഷേ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് അതിനുള്ള ടാർഗറ്റ് നിശ്ചയിച്ച് തന്നിട്ടില്ല. അങ്ങനെ ഒരു ടാർഗറ്റ് നിശ്ചയിച്ച് വരാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ PMAY-ക്ക് വേണ്ടിയിട്ട് ഭവന മേഖലയിൽ മാറ്റിവെക്കുന്ന ഫണ്ടായതുകൊണ്ട് തന്നെ ഭവന മേഖലയിൽ മാത്രമായിരിക്കും. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക ബജറ്റിന് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗീകാരം നൽകി. 9,87,52,275 രൂപ വരവും 9,76,18,000 രൂപ ചിലവും 12,34,275 രൂപ നീക്കിയിരുപ്പുമുള്ള 2024-25 വർഷത്തെ മികച്ച ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി അവതരിപ്പിച്ചത്. വികസനം എന്നത് കേവലമായ നിർമ്മാണ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് ജനക്ഷേമവും സമൂഹത്തിന്റെ ഉന്നമനവും പരിസ്ഥിതിയുടെയും ജൈവസമ്പത്തിന്റെയും സംരക്ഷണവും സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ വിപത്തുകൾക്കുമെതിരെയുള്ള ബദൽ സൃഷ്ടിക്കൽ കൂടിയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നാടിൻ്റെയും ജനങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും ഉന്നമനത്തിനും പരിസ്ഥിതിയുടെയും കൃഷിയുടെയും മണ്ണിൻ്റെയും മരത്തിൻ്റെയും സംരക്ഷണത്തിനും ഊന്നൽ നൽകിയുള്ള മാലിന്യ സംസ്കരണത്തെ സംസ്കാരമായി കണ്ടുകൊണ്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിയുള്ളവർക്കും SC വിഭാഗങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന വാർഷിക പദ്ധതികളാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഉൽപാദന മേഖലയിലെ പദ്ധതികൾക്ക് 99,62,000 രൂപയും ഭവന നിർമ്മാണ പദ്ധതികൾക്ക് 2,54,00,000 രൂപയും ആരോഗ്യ മേഖലയിലെ പദ്ധതികൾക്ക് 91,93,000 രൂപയും വൃദ്ധമന്ദിരം, മഹിളാമന്ദിരം തുടങ്ങിയ ക്ഷേമ സ്ഥാപനങ്ങളുടെ പരിപാലനത്തിനുള്ള പദ്ധതികൾക്കായി 95,26,000 രൂപയും പൊതുമാലിന്യ സംസ്കരണം ഉൾപ്പെടെ ശുചിത്വ മേഖലയിലെ പദ്ധതികൾക്കായി 1,04,99,900 രൂപയും ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക പദ്ധതികൾക്കായി 45,42,000 രൂപയും പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്ക് 1,53,35,000 രൂപയും വിദ്യാഭ്യാസം, കലാ സാംസ്കാരിക പദ്ധതികൾക്ക് 1,05,80,000 രൂപയും വനിതകൾക്കുള്ള ക്ഷേമ പദ്ധതികൾക്ക് 67,22,900 രൂപയും എന്നിവയാണ് പ്രധാന വകയിരുത്തലുകൾ. സ്ഥാപനങ്ങളിൽ ഏറ്റവും സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു മേഖല എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പോലെയല്ല. അതിനകത്ത് നിന്നുകൊണ്ട് ഒരു മെച്ചപ്പെട്ട പ്രകടനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ 3 വർഷക്കാലം കാഴ്ചവെച്ചുള്ള ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ഈ വർഷം നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഉൽപ്പാദന മേഖലയിൽ 99,62,000 രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഭവന പദ്ധതിക്ക് വേണ്ടി 2,54,00,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ PMAY നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടാർഗറ്റ് ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫ് മുഖേനയാണ് നമ്മളത് നടപ്പാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് നല്ല പരിഗണനയാണ് നമ്മൾ ഈ വർഷം കൊടുത്തത്. 91,93,000 രൂപ അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ക്ഷേമ സ്ഥാപനങ്ങൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MA നജീബ്, CP നസീറ, ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NR അനീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമലത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P. മുരളീധരൻ, CM അക്ബർ, പ്രകാശൻ കാലടി, M. ജയശ്രീ, ഷീജ കൂട്ടാക്കിൽ, CV ഷെരീഫ, സുമിത്ര, PV രാധിക എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി S. ലിജിമോൻ സ്വാഗതവും ഹെഡ് അക്കൗണ്ടന്റ് PV സജികുമാർ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് എടപ്പാൾ.